അസ്സലാമു അലൈക്കും. ബിസ്മില്ലാ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 7 താരിഖുൽ ഇസ്ലാം, അതിലെ 5ാമത്തെ പാഠവും അതിന്റെ തദ്രീബാത്തുമാണ്. ഇതിനു മുമ്പുള്ള പാഠങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചാനലിൽ പോയിട്ട് താരിഖുൽ ഇസ്ലാം എന്നുള്ള പ്ലേലിസ്റ്റ് പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിൽ അറിയിക്കുക. നമുക്ക് ആ പാഠം ഒന്ന് വായിച്ചു നോക്കാം. അൽ വഹദത്തുൽ ഖാമിസ, 5ാമത്തെ പാഠം, ലാ ഇക്റാഹ ഫിദ്ദീൻ. അപ്പൊ ഈ പാഠത്തിൽ എന്താണ് പഠിക്കുന്നത് അതൊന്ന് നമുക്ക് നോക്കാം. പ്രബോധനം ആരംഭിച്ചത് മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുറൈശികളുടെ കൊടിയ പീഡനത്തിനിരയായി. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ആക്ഷേപങ്ങൾ ചൊരിഞ്ഞു. സുജൂദിലായിരിക്കെ ഒട്ടകത്തിന്റെ കുടൽമാലകൾ തലയിലിട്ടു. കല്ലെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ചു. ഊരുവിലക്ക് ഏർപ്പെടുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തും ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയരായി. ബിലാൽ റളിയല്ലാഹു അൻഹു, യാസിർ റളിയല്ലാഹു അൻഹു, അമ്മാർ റളിയല്ലാഹു അൻഹു, സുമയ്യ റളിയല്ലാഹു അൻഹ, ഖുബൈബ് റളിയല്ലാഹു അൻഹു തുടങ്ങിയവർ അനുഭവിച്ച പീഡനങ്ങൾ വേദനാജനകങ്ങളാണ്. ഈ സമയത്ത് സ്വഹാബികളോട് ഹബശയിലേക്കും പിന്നീട് മദീനയിലേക്കും ഹിജ്റ പോകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിച്ചു. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിച്ചു കളയാൻ ഖുറൈശികൾ തീരുമാനിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മദീനയിലേക്ക് ഹിജ്റ പോകാൻ അല്ലാഹു തആലയുടെ കൽപ്പനയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും സ്വന്തം നാടും വീടും സമ്പത്തും ഉപേക്ഷിച്ച് ത്യാഗങ്ങൾ സഹിച്ചാണ് ഹിജ്റ പോയത്. ഖുറൈശികൾ അവർ ഉപേക്ഷിച്ചു പോയ സമ്പത്ത് കൈയടക്കി. മദീനയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും സ്വഹാബികൾക്കും സ്വസ്ഥത കൊടുക്കാൻ അവർ ഒരുക്കമായിരുന്നില്ല. ഈ സന്ദർഭത്തിൽ ഹിജ്റയുടെ 2ാം വർഷം ധർമ്മസമരത്തിന് അല്ലാഹു തആല കൽപ്പന നൽകി. അല്ലാഹു തആല പറഞ്ഞു, പീഡിതർക്ക് യുദ്ധത്തിന് അനുവാദം നൽകിയിരിക്കുന്നു. കാരണം അവർ അക്രമത്തിന് വിധേയരായിട്ടുണ്ട്. നിശ്ചയം അവരെ സഹായിക്കാൻ അല്ലാഹു തആല കഴിവുള്ളവൻ തന്നെയാണ്. ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ മാത്രം അക്രമമായി സ്വന്തം വീടുകളിൽ നിന്ന് അവർ പുറത്താക്കപ്പെട്ടു. മനുഷ്യരിൽ ഒരു വിഭാഗത്തെ മറ്റൊരു വിഭാഗത്തെ ഉപയോഗിച്ച് അല്ലാഹു തആല പ്രതിരോധിച്ചില്ലായിരുന്നെങ്കിൽ മഠങ്ങളും ചർച്ചുകളും സിനഗോഗുകളും അല്ലാഹു തആലയുടെ നാമം ധാരാളമായി സ്മരിക്കപ്പെടുന്ന മസ്ജിദുകളുമെല്ലാം തകർക്കപ്പെടുമായിരുന്നു. നിശ്ചയം അല്ലാഹുവിന്റെ ദീനിനെ സ്നേഹിക്കുന്നവരെ അല്ലാഹു തആല സഹായിക്കുക തന്നെ ചെയ്യും. നിശ്ചയം അല്ലാഹു തആല സർവശക്തനും മഹാപ്രതാപിയും തന്നെയാണ്. ജിഹാദിന് അനുമതി നൽകിയതിൽ നിരവധി ഉദ്ദേശങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് 5 1. ശത്രുക്കളെ പ്രതിരോധിക്കുക. 2. കുഴപ്പം ഇല്ലാതാക്കുക. 3. നീതിയും സമത്വവും നടപ്പിലാക്കുക. 4. ഇസ്ലാമിക രാഷ്ട്രത്തെ സംരക്ഷിക്കുക. 5. അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗത്തെ മോചിപ്പിക്കുക. ജിഹാദ് ഏതെങ്കിലും മതവിശ്വാസികൾക്ക് നേരെയുള്ള അതിക്രമമല്ല. ആരെയും നിർബന്ധിച്ച് ഇസ്ലാമിൽ ചേർക്കാനുള്ള വഴിയുമല്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ. അർത്ഥം നോക്കൂ, മതത്തിൽ ബലാത്കാരമില്ല എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ജിഹാദിന് കൽപ്പന കിട്ടിയ ശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്യമതസ്ഥരുമായി സൗഹൃദത്തിൽ ജീവിച്ചു പോന്നു. വിശുദ്ധ ഖുർആൻ പറയുന്നു, മതത്തിന്റെ പേരിൽ നിങ്ങളോട് യുദ്ധം ചെയ്യുകയോ നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ ആട്ടിപ്പുറത്താക്കുകയോ ചെയ്യാത്തവരോട് നന്മ ചെയ്യുന്നതും നീതി കാണിക്കുന്നതും അല്ലാഹു തആല വിലക്കുന്നില്ല. നീതിനിഷ്ഠരെ നിശ്ചയം അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നു. മുസ്ലിങ്ങൾ ലോകത്തെ പ്രബല ശക്തിയായ കാലമുണ്ടായിരുന്നു. എല്ലാവരെയും അവർ മതത്തിൽ നിർബന്ധിച്ച് ചേർത്തിരുന്നെങ്കിൽ ഇന്ന് ലോകത്ത് മുസ്ലിങ്ങൾ മാത്രമേ ഉണ്ടാകുമായിരുന്നുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് 27 അസ്വത്തുകളും 40-ലേറെ സരീയത്തുകളും നടന്നു. ഇവയിലെല്ലാം കൂടി 1018 പേരാണ് വധിക്കപ്പെട്ടത്. 259 മുസ്ലിങ്ങളും 759 അമുസ്ലിങ്ങളും. യുദ്ധചരിത്രങ്ങളിൽ ഏറ്റവും കുറഞ്ഞ മരണമാണിത്. ഇസ്ലാമിക യുദ്ധങ്ങളുടെ ലക്ഷ്യം നശീകരണമല്ല, സമാധാനമാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇതോട് കൂടിയിട്ട് ഈ പാഠം കഴിഞ്ഞു. നിങ്ങൾ പാഠം നന്നായി വായിച്ച് മനസ്സിലാക്കുക. ഈ പാഠത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കണം. ജിഹാദിന് അനുമതി നൽകിയതിൻ്റെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ്,
യുദ്ധം ഉണ്ടാവാനുണ്ടായ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നുണ്ട്. ഇസ്ലാമിൽ നടന്ന യുദ്ധങ്ങളുടെ ലക്ഷ്യം എന്താണ്, അതെല്ലാം നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാൻ കഴിയും. ഇനി നമുക്ക് ഈ പാഠത്തിന്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിലെ ഒന്നാമത്തെ പ്രവർത്തനം നസിൽ, ചേരുംപടി ചേർക്കാനുള്ളതാണ്. ഒരു ഭാഗത്ത് കൊടുത്തത് നമുക്ക് ആദ്യം വായിച്ചു നോക്കാം. നോക്കൂ. 1 അസുവത്തുകൾ, 2 സരിയ, 3 വധിക്കപ്പെട്ടവർ, 4 ഷഹീദായവർ. ഇപ്പുറത്ത് നോക്കൂ. എ 40-ൽ പരം, ബി 259, സി 759, ഡി 27. ഓരോന്നിനും ശരിയായിട്ടുള്ള ഓപ്ഷന്റെ ലെറ്ററാണ് നമ്മൾ ആ ബോക്സിൽ എഴുതേണ്ടത്. നമുക്ക് ആ പ്രവർത്തനം നോക്കാം. 1 അസുവത്തുകൾ, അതിന് ശരിയായത് ഡി 27. 2 സരിയ, അതിന് ശരിയായത് എ 40-ൽ പരം. 3 വധിക്കപ്പെട്ടവർ, അതിന് ശരിയായത് സി 759. 4 ഷഹീദായവർ, അതിന് ശരിയായത് ബി 259. ഡി എ സി ബി. ഇനി നോക്കൂ. തദ്രീബാത്തിലെ രണ്ടാമത്തെ പ്രവർത്തനം നുത്തർജിമു ഇല ലോകത്തിന, മാതൃഭാഷയിലേക്ക് തർജിമ ചെയ്യാനുള്ളതാണ്. 1 ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, അതിനെ നമ്മൾ മാതൃഭാഷയിലേക്ക് തർജിമ ചെയ്യണം. നോക്കൂ. നീതിനിഷ്ഠരെ നിശ്ചയം അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നു. 2 ഇന്നല്ലാഹ ലഖവിയ്യുൻ അസീസ്, അതിന്റെ അർത്ഥം നിശ്ചയം അല്ലാഹു തആല സർവശക്തനും മഹാപ്രതാപിയും തന്നെയാണ്. നുതർജിമു ഇല ലുഗത്തിന, അതിലെ മൂന്നാമത്തത് ലാ ഇക്റാഹ ഫിദ്ദീൻ, അതിന്റെ അർത്ഥം എന്താണ്, മതത്തിൽ ബലാത്കാരമില്ല. ഇനി നോക്കൂ. തദ്രീബാത്തിലെ മൂന്നാമത്തെ പ്രവർത്തനം നുബയ്യൻ, വ്യക്തമാക്കാനുള്ളതാണ്. 1 ക്രൂരമായ പീഡനത്തിനിരയായ ചില സ്വഹാബികളുടെ പേരെഴുതുക. ഉത്തരം നോക്കൂ. ബിലാൽ റളിയല്ലാഹു അൻഹു, യാസിർ റളിയല്ലാഹു അൻഹു, അമ്മാർ റളിയല്ലാഹു അൻഹു, സുമയ്യ റളിയല്ലാഹു അൻഹ, ഹുബൈബ് റളിയല്ലാഹു അൻഹു. രണ്ടാമത്തത് ജിഹാദ് ഏതെങ്കിലും മതവിശ്വാസിക്ക് നേരെയുള്ള അതിക്രമമല്ല, അതിനെക്കുറിച്ചിട്ട് നമ്മൾ വ്യക്തമാക്കണം. നോക്കൂ. ജിഹാദ് ഏതെങ്കിലും മതവിശ്വാസികൾക്ക് നേരെയുള്ള അതിക്രമമല്ല, ആരെയും നിർബന്ധിച്ച് ഇസ്ലാമിൽ ചേർക്കാനുള്ള വഴിയുമല്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ ബലാത്കാരമില്ല എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ജിഹാദിന് കൽപ്പന കിട്ടിയ ശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്യമതസ്ഥരുമായി സൗഹൃദത്തിൽ ജീവിച്ചു പോന്നു. നുബയ്യൻ, അതിലെ മൂന്നാമത്തത് ജിഹാദിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ, അതിനെക്കുറിച്ചിട്ട് നമ്മൾ വ്യക്തമാക്കണം. 1 ശത്രുക്കളെ പ്രതിരോധിക്കുക. 2 കുഴപ്പം ഇല്ലാതാക്കുക. 3 നീതിയും സമത്വവും നടപ്പിലാക്കുക. 4 ഇസ്ലാമിക രാഷ്ട്രത്തെ സംരക്ഷിക്കുക. 5 അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗത്തെ മോചിപ്പിക്കുക എന്നിവയാണ്. ഇനി നോക്കൂ. തദ്രീബാത്തിലെ നാലാമത്തെ പ്രവർത്തനം നുജീബ്, ഉത്തരം എഴുതാനുള്ളതാണ്. 1 മക്കയിൽ മുസ്ലിങ്ങൾ ഉപേക്ഷിച്ചു പോയ സമ്പത്ത് കൈയടക്കി. ആര്? ഉത്തരം ഖുറൈശികൾ. 2 ധർമ്മസമരത്തിന് അല്ലാഹു തആല കൽപ്പന നൽകി. എപ്പോൾ? ഉത്തരം മദീനയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും സ്വഹാബികൾക്കും സ്വസ്ഥത കൊടുക്കാൻ ഖുറൈശികൾ തയ്യാറായില്ല. അപ്പോഴാണ് ധർമ്മസമരത്തിന് അല്ലാഹു തആല കൽപ്പന നൽകിയത്. മൂന്നാമത്തെ ചോദ്യം മദീനയിലേക്ക് ഹിജ്റ പോകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല കൽപ്പിച്ചു. എപ്പോൾ? ഉത്തരം അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിച്ചു കളയാൻ ഖുറൈശികൾ തീരുമാനിച്ചപ്പോൾ. നാലാമത്തെ ചോദ്യം സ്വഹാബികളോട് മദീനയിലേക്ക് ഹിജ്റ പോകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചു. എപ്പോൾ? ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തും ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയരായി. ബിലാൽ റളിയല്ലാഹു അൻഹു, യാസിർ റളിയല്ലാഹു അൻഹു, അമ്മാർ റളിയല്ലാഹു അൻഹു, സുമയ്യ റളിയല്ലാഹു അൻഹ, ഹുബൈബ് റളിയല്ലാഹു അൻഹു തുടങ്ങിയവർ അനുഭവിച്ച പീഡനങ്ങൾ വേദനാജനകങ്ങളാണ്. ഈ സമയത്താണ് മദീനയിലേക്ക് ഹിജ്റ പോകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളോട് കൽപ്പിച്ചത്. തദ്രീബാത്തിലെ അഞ്ചാമത്തെ പ്രവർത്തനം തഹസീസ്, അസൈൻമെന്റ് ചെയ്യാനുള്ളതാണ്. 1 ഇസ്ലാമിലെ ധർമ്മസമരം എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക. നമുക്ക് ആ പ്രവർത്തനം നോക്കാം. ഇസ്ലാമിലെ ധർമ്മസമരം എന്നൊരു ഹെഡിങ് കൊടുക്കുക. മക്കയിൽ ശത്രുക്കളുടെ പീഡനങ്ങൾ അസഹനീയമായ നിലയിലെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബിമാരും അകലെയുള്ള മദീനയിലേക്ക് ഹിജ്റ പോവുകയും അവിടത്തുകാരായ സത്യവിശ്വാസികളുടെ സഹകരണത്തോടെ അവിടെ ഒരു സുഭദ്ര സമൂഹം സ്ഥാപിക്കുകയും ചെയ്തു. താമസിയാതെ അവിടുത്തെ മറ്റ് സമൂഹങ്ങളുമായി ഉടമ്പടിയിൽ ഏർപ്പെട്ടു. അറേബ്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും സത്യാന്വേഷികൾ മദീനയിലെത്തി ഇസ്ലാം സ്വീകരിക്കാൻ തുടങ്ങിയതോടെ ക്രമേണ
മുസ്ലിം സമൂഹം ശക്തിപ്പെട്ടുകൊണ്ടിരുന്നു. തങ്ങളുടെ മതവും ആചാരങ്ങളും വെടിഞ്ഞ മുഹമ്മദ് നബിയും അനുയായികളും മദീനയിൽ സ്വാധീനം നേടുന്നതിൽ അരിശം കൊണ്ട ഖുറൈശി പ്രമാണിമാർ അവരെ ആക്രമിച്ച് തകർക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അപ്പോഴാണ് ആത്മരക്ഷാർത്ഥം പോരാടാൻ അള്ളാഹു അവർക്ക് അനുവാദം നൽകിയത്. ഒന്നുകിൽ പൊരുതി ജയിക്കുക, അല്ലെങ്കിൽ ഉന്മൂലനത്തിന് ഇരയാവുക എന്ന അവസ്ഥ സംജാതമായപ്പോഴാണ് ധർമ്മസമരം അനിവാര്യമായി തീർന്നത്. അള്ളാഹു തആല പറഞ്ഞു, പീഡിതർക്ക് യുദ്ധത്തിന് അനുവാദം നൽകിയിരിക്കുന്നു, കാരണം അവർ അക്രമത്തിന് വിധേയരായിട്ടുണ്ട്. നിശ്ചയം അവരെ സഹായിക്കാൻ അള്ളാഹു തആല കഴിവുള്ളവൻ തന്നെയാണ്. ഞങ്ങളുടെ രക്ഷിതാവ് അള്ളാഹുവാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ മാത്രം അക്രമമായി സ്വന്തം വീടുകളിൽ നിന്ന് അവർ പുറത്താക്കപ്പെട്ടു. മനുഷ്യരിൽ ഒരു വിഭാഗത്തെ മറ്റൊരു വിഭാഗത്തെ ഉപയോഗിച്ച് അള്ളാഹു തആല പ്രതിരോധിച്ചില്ലായിരുന്നെങ്കിൽ മഠങ്ങളും ചർച്ചുകളും സിനഗോഗുകളും അള്ളാഹു തആലയുടെ നാമം ധാരാളമായി സ്മരിക്കപ്പെടുന്ന മസ്ജിദുകളുമെല്ലാം തകർക്കപ്പെടുമായിരുന്നു. നിശ്ചയം അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കുന്നവരെ അള്ളാഹു തആല സഹായിക്കുക തന്നെ ചെയ്യും. നിശ്ചയം അള്ളാഹു തആല സർവശക്തനും മഹാപ്രതാപിയും തന്നെയാണ്. ജിഹാദ് ഏതെങ്കിലും മതവിശ്വാസികൾക്ക് നേരെയുള്ള അതിക്രമമല്ല, ആരെയും നിർബന്ധിച്ച് ഇസ്ലാമിൽ ചേർക്കാനുള്ള വഴിയുമല്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ ബലാത്കാരമില്ല എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ജിഹാദിന് കൽപ്പന കിട്ടിയ ശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്യമതസ്ഥരുമായി സൗഹൃദത്തിൽ ജീവിച്ചു പോന്നു. അപ്പൊ എത്രയാണ് നിങ്ങൾ അതിന്റെ ഉത്തരമായിട്ട് എഴുതേണ്ടത്? ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. തഹ്സീസ്, അതിലെ രണ്ടാമത്തെ പ്രവർത്തനം, ലിസ്റ്റ് തയ്യാറാക്കുക. പ്രധാന ഗസ്വത്തുകളുടെ പേര്, നടന്ന വർഷം, മുസ്ലിം യോദ്ധാക്കൾ, ശത്രുക്കൾ, ജയം, രക്തസാക്ഷികൾ, വധിക്കപ്പെട്ടവർ. അപ്പൊ ഇതിന്റെ ഒരു ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കണം. നമുക്ക് ആ പ്രവർത്തനം നോക്കാം. 1. ഗസ്വത്ത് ബദർ. തീയതി ഹിജറ 2 റമളാൻ 17. മുസ്ലിം യോദ്ധാക്കളുടെ എണ്ണം 313. ശത്രുക്കളുടെ എണ്ണം 900. ഷഹീദായവരുടെ എണ്ണം 14. വധിക്കപ്പെട്ടവരുടെ എണ്ണം 70. വിജയികൾ മുസ്ലിം സൈന്യം, പരാജിതർ ശത്രു സൈന്യം. രണ്ടാമത്തെ യുദ്ധം ഗസ്വത്ത് ഉഹദ്. തീയതി ഹിജറ 3 ഷവ്വാൽ 15. മുസ്ലിം യോദ്ധാക്കളുടെ എണ്ണം 700. ശത്രുക്കളുടെ എണ്ണം 3000. ഷഹീദായവരുടെ എണ്ണം 70. വധിക്കപ്പെട്ടവരുടെ എണ്ണം 23. വിജയികൾ മുസ്ലിം സൈന്യം, പരാജിതർ ശത്രു സൈന്യം. മൂന്നാമത്തെ യുദ്ധം ഗസ്വത്തുൽ ഖന്ദഖ്. തീയതി ഹിജറ 5 ഷവ്വാൽ. മുസ്ലിം യോദ്ധാക്കളുടെ എണ്ണം 3000. ശത്രുക്കളുടെ എണ്ണം 10000. ഷഹീദായവരുടെ എണ്ണം 6. വധിക്കപ്പെട്ടവരുടെ എണ്ണം 3. വിജയികൾ മുസ്ലിം സൈന്യം, പരാജിതർ ശത്രു സൈന്യം. 4. ഗസ്വത്തുൽ ഖൈബർ. തീയതി ഹിജറ 7 മുഹറം. മുസ്ലിം യോദ്ധാക്കളുടെ എണ്ണം 1600. ശത്രുക്കളുടെ എണ്ണം 20000. ഷഹീദായവരുടെ എണ്ണം 15. വധിക്കപ്പെട്ടവരുടെ എണ്ണം 93. വിജയികൾ മുസ്ലിം സൈന്യം, പരാജിതർ ശത്രു സൈന്യം. അഞ്ചാമത്തേത് ഗസ്വത്തുൽ മുഅ്ത. തീയതി ഹിജറ 8 ജുമാദൽ ഊല. മുസ്ലിം യോദ്ധാക്കളുടെ എണ്ണം 3000. ശത്രുക്കളുടെ എണ്ണം 2,00,000. ഷഹീദായവരുടെ എണ്ണം 12. വധിക്കപ്പെട്ടവരുടെ എണ്ണം അനവധി പേർ. വിജയികള് മുസ്ലിം സൈന്യം, പരാജിതർ ശത്രു സൈന്യം. 6. ഗസ്വത്തുൽ ഹുനൈൻ. തീയതി ഹിജറ 8 ഷവ്വാൽ. മുസ്ലിം യോദ്ധാക്കളുടെ എണ്ണം 12000. ശത്രുക്കളുടെ എണ്ണം 20000. ഷഹീദായവരുടെ എണ്ണം 4. വധിക്കപ്പെട്ടവരുടെ എണ്ണം 70. ഇതുപോലെ നിങ്ങൾ ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. ഇതോട് കൂടിയിട്ട് ഈ പാഠവും ഈ പാഠത്തിന്റെ തദ്രീബാത്ത് വർക്കുകളും കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്തൊരു സബ്ജക്റ്റിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.